അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു അല്ലേ? നമ്മുടെ ആദ്യ പരീക്ഷ താരീഖാണല്ലേ. നമുക്ക് 2022 നടന്ന അർദ്ധവാർഷിക പരീക്ഷ പേപ്പർ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. 2022 നടന്ന താരീഖിൻ്റെ അർദ്ധവാർഷിക ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ താരീഖിൻ്റെ ഈ ഒരു പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന രൂപം എന്ന് പറയുന്നത്, ആദ്യം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ചോദ്യപേപ്പർ വായിച്ചു തരിക അതുപോലെ വായിച്ചു തരും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതണം. ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ഞാൻ വായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ ശരിയായി എന്ന് നോക്കണം. ഓക്കെ, തുടങ്ങാം അല്ലേ? ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുക. പിന്നീട് ഞാൻ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ആദ്യത്തെ ചോദ്യം വായിക്കാണ്. യോജിപ്പിക്കാം. അതായത് ഉത്തരങ്ങൾ ഇതിൽ തന്നെയുണ്ട്, നമ്മൾ യോജിപ്പിച്ചാൽ മതി. ആ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. നജാഷി, തബ്ബാലക്ക്, അലി റളിയല്ലാഹു അൻഹുവിന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ്, ആം അൽ ഹുസൻ. ഇനി ഒന്നാമത്തെ ചോദ്യം വായിക്കാണ്. ചോദ്യം 1. ഇതിൻ്റെ ഉത്തരങ്ങളാണ് നേരത്തെ നാം ബ്രാക്കറ്റിലുള്ളത് വായിച്ചത്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം മുകളിലുള്ള ബ്രാക്കറ്റിലുണ്ട്. നജാഷി എന്ന് തുടങ്ങി ആമുൽ ഹുസ്ൻ എന്ന് അവസാനിക്കുന്ന ആ ഒരു ബ്രാക്കറ്റിലുണ്ട് ഉത്തരങ്ങൾ. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിൽ എഴുതണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം ആർക്ക് എന്നാണ് ചോദ്യം കേട്ടോ. അതായത് മുസ്ലിം ആവുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം ആർക്ക് എന്ന്. ബ്രാക്കറ്റിലുണ്ട് ഉത്തരം, നിങ്ങളതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഉത്തരം ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരും കേട്ടോ. 2. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ ആരാണ് എന്ന് ചോദ്യം. അതിൻ്റെയും എല്ലാ ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. 3. അബൂലഹബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്, അത് ആ ബ്രാക്കറ്റിലുണ്ട്, അത് എടുത്ത് എഴുതുക. 4. എത്യോപ്യൻ രാജാവ് ആരാണ്? എത്യോപ്യയിലെ രാജാവ്, അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു ബ്രാക്കറ്റിലുണ്ട് കേട്ടോ. 5. ദുഃഖവർഷം എന്നറിയപ്പെടുന്നു, അതിന് പറയുന്ന അറബി പേരുണ്ട്, അത് ആ ബ്രാക്കറ്റിലുണ്ട്. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു പുത്രൻ ആരായിരുന്നു? ഇൻഷാ അല്ലാഹ് ഉത്തരം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ ചോദ്യം വർഷം എഴുതാനാണ്. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തിയത് എപ്പോഴാണ്? ആ വർഷം എഴുതാൻ വേണ്ടി നുബുവത്തിൻ്റെ എത്രാമത്തെ കൊല്ലം എഴുതിയാൽ മതി. 2. ഹജ്ജ് കാലത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത് നുബുവത്തിൻ്റെ എത്രാമത്തെ കൊല്ലം എഴുതിയാൽ മതി. 3. ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്, അതിൻ്റെയും വർഷം എഴുതുക കേട്ടോ. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര വർഷമാണ് എന്ന് എഴുതുക കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വായിക്കാം. മൂന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാം. മദീനയുടെ പഴയ പേര്, മദീന എന്നുള്ള മദീൻ്റെ ഇപ്പോഴത്തെ പേരല്ലേ, മദീനൻ്റെ പഴയൊരു പേരുണ്ട്, ആ പേര് എഴുതുക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖുബായിൽ നിന്ന് പുറപ്പെട്ട ദിവസം
ഏത് ദിവസമാണ് നബി തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖുബായിൽ നിന്ന് പുറപ്പെട്ടത്? ആ ദിവസം അവിടെ എഴുതുക. 3. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളി ഏതാണ് എന്ന്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു എത്ര ദിവസം? എത്ര ദിവസമാണെന്ന് എഴുതാം കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ വഴികാട്ടി ആരായിരുന്നു? നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയില്ലേ, അപ്പോൾ ആരായിരുന്നു വഴി കാണിച്ചു കൊടുത്തത് എന്ന്. 2. ദാറുന്നദ്വയിൽ ചേർന്ന യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉദ്ദേശം? അതവിടെ എഴുതുക. 3. ഇസ്രാ എന്ന് പറയുന്നു ഏതിന്? 4. 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നാണ്? 5. മുനാജ എന്ന് പറയുന്നത് എന്തിനാണ്? 6. അൻസാറുകൾ എന്ന് പറയുന്നു ആർക്ക്? ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്. അവസാനം ഞാൻ ഉത്തരം വായിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കെല്ലാം കൂട്ടിയിട്ട് എനിക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനി അവസാനത്തത് 5 തെറ്റ് ശരിയാക്കി എഴുതാം. ഇവിടെയുള്ള ഈ ഒരു വരി തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള വരി ശരിയാക്കിയിട്ട് എഴുതണം. പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞ ഒരത്ഭുത മൃഗമാണ് ബുറാഖ്. അത് തെറ്റാണ്. അത് ശരിയായിട്ട് എങ്ങനെ എഴുതുക? അത് താഴത്ത് എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഒന്ന് എവിടെയെങ്കിലും എഴുതിയാൽ മതി, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി. എന്നിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ പറയുമ്പോൾ മാർക്കിടുക. 2. നുബൂവത്തിൻ്റെ 13ാം കൊല്ലം ശവ്വാൽ മാസത്തിലായിരുന്നു സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. തെറ്റാണത്. അതിൻ്റെ ശരിയായിട്ടുള്ളത് നിങ്ങൾ എഴുതുക. ഞാൻ ഉത്തരം ലാസ്റ്റ് പറയൂ കേട്ടോ. 3. അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. തെറ്റാണത്. അതും ശരിയാക്കിയിട്ട് എഴുതാം. ഇനി 6 പൂരിപ്പിക്കാം. ഔദാര്യശീലരും ഡാഷ് അൻസാറുകൾ. ത്വാബ ഡാഷ് എന്നിങ്ങനെ ധാരാളം ഡാഷ് മദീനക്കുണ്ട്. ഇനി നമുക്ക് ഉത്തരം വായിക്കാം. എല്ലാവർക്കും എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി കിട്ടാത്തവർ വിഷമിക്കണ്ട, ഞാൻ ഉത്തരം പറഞ്ഞു തരാം. നിങ്ങളത് വീണ്ടും വീണ്ടും കേട്ടിട്ട് പഠിക്കാം കേട്ടോ. 2ാമത്തെ പ്രാവശ്യം വീണ്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ചോദ്യം 1ൻ്റെ ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ചോദ്യം 1 യോജിപ്പിക്കാം എന്നുള്ളതിൽ, അതല്ലെങ്കിൽ യോജിപ്പിച്ചവ ചേർക്കാം എന്നുള്ളതിൽ 1ാമത്തെ ചോദ്യം, ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം. ആർക്ക്? അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു 10 വയസ്സ്. 10 വയസ്സായ സമയത്ത് മുസ്ലിമായ സ്വഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. 2 പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത്, ആദ്യം മുസ്ലിമായ സ്വഹാബിൻ്റെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരുടെയും ഉത്തരം ശരിയാണെന്ന് കരുതുന്നു. നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, എന്നാലും നമുക്ക് ഇനിയും ക്ലാസ് ഇടാൻ പറ്റും. ഇനി വരുന്ന എക്സാമിൻ്റെയും ക്ലാസ്
ഇൻഷാ അല്ലാഹ് ഞാൻ ഇടേണ്ട. എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, അബൂ ലഹബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? തബ്ബാലക്. തബ്ബാലക് എന്നാട്ടോ പറഞ്ഞത്. 4 എത്യോപ്യൻ രാജാവ് നജാഷി. നജാഷി രാജാവാണ് എത്യോപ്യൻ രാജാവ്. 5 ദുഃഖവർഷം. അതിൻ്റെ ഉത്തരം ആമുൽ ഹുസിൻ. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. എല്ലാ ഉത്തരവും ശരിയാണെന്നുണ്ടെങ്കിൽ 6 മാർക്ക്. ഒരു ഉത്തരത്തിന് 1 മാർക്ക് വീതമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ചോദ്യം 2, വർഷം എഴുതാം. ഇതിൽ ഒരു ഉത്തരം ശരിയായാൽ 2 മാർക്കാണ്. ആ ചോദ്യത്തിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മാർക്ക്. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തിയത്. നുബൂവത്തിൻ്റെ 11-ാം കൊല്ലാണ് മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തിയത്. ഉത്തരം നുബൂവത്തിൻ്റെ 11-ാം കൊല്ലം. 2-ൽ 2 ഹജ്ജ് കാലത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത്. ഹജ്ജ് സമയത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത് നുബുവത്തിൻ്റെ 13-ാം കൊല്ലം. 3 ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. അതിൻ്റെ ഉത്തരം നുബുവത്തിൻ്റെ 11-ാം കൊല്ലം. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ച കാലം 10 വർഷം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമാക്കാം. 1 മദീനയുടെ പഴയ പേര്. യസ്രിബ് എന്നാണ് പേര് കേട്ടോ. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ടോട്ടല് 3-ൽ 4 ചോദ്യമാണ് കേട്ടുള്ളത്. അപ്പോൾ 1ൻ്റെ ഉത്തരം യസ്രിബ്. യസ്രിബാണ് മദീനയുടെ പഴയ പേര്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖുബായിൽ നിന്ന് പുറപ്പെട്ട ദിവസം. വെള്ളിയാഴ്ച ദിവസമാണ് നബിയും അബൂബക്കർ തങ്ങളും ഖുബായിൽ നിന്ന് പുറപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളി മസ്ജിദുൻ നബവി ആണ് കേട്ടോ. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി മസ്ജിദുൻ നബവി. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ ഒളിഞ്ഞിരുന്നു. എത്ര ദിവസം? 3 ദിവസമാണ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ ഒളിഞ്ഞിരുന്നത്. ഇനി 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹി ബിനു അരീഖത ദുഅലി എന്നവരായിരുന്നു നബി തങ്ങളുടെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ വഴികാട്ടി. 2 ദാറുൻ നദ്വയിൽ ചേർന്ന യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കുക എന്നായിരുന്നു ദാറുൻ നദ്വയിൽ ചേർന്ന യോഗത്തിൻ്റെ ഉദ്ദേശം. അതായത് നബി തങ്ങളെ വധിക്കുക എന്നായിരുന്നു ഉദ്ദേശം. 3 ഇസ്രാ എന്ന് പറയുന്നു ഏതിന്? ഇസ്രാ എന്ന് കേട്ടില്ലേ? ഇസ്രാ മിറാജൊക്കെ. ഇസ്രാ എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്തരം ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പാരായണം ചെയ്തു. ഇതിന് ഇസ്രാ എന്ന് പറയുന്നു.
ഒന്നും കൂടെ പറയുകയാണ്. ഒരു രാത്രിയിൽ, ഒറ്റ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട്, ഒരു രാത്രി മുഴുവനൊന്നും ആവശ്യം വന്നിട്ടില്ല, ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പാലായനം ചെയ്തു. അതായത് നബി തങ്ങൾ അവിടെ പോയി. ഇതിനാണ് ഇസ്രാ എന്ന് പറയുന്നത് കേട്ടോ. 4. 5 വഖ്ത് നിസ്കാരം ഫറളാക്കപ്പെട്ടത് എന്ന്. മീറാജിൻ്റെ രാത്രിയിലാണ് 5 വഖ്ത് നിസ്കാരം ഫറളാക്കപ്പെട്ടത്. 5. മുനാജ എന്ന് പറയുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിന് മുനാജ എന്ന് പറയുന്നു. 6. അൻസാറുകൾ എന്ന് പറയുന്നു ആർക്ക്? മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സഹാബികൾക്ക് അൻസാറുകൾ എന്ന് പറയുന്നു. ഇനി 5-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തെറ്റു ശരിയാക്കി എഴുതാം. അതായത് ഇതിൽ തന്നിട്ടുള്ളത് തെറ്റാണ്, അത് ശരിയാക്കി എഴുതണം. നിങ്ങളെല്ലാവരും ശരിയാക്കി എഴുതിയിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടെ ശരിയാന്ന് പറഞ്ഞുതരാം കേട്ടോ. ചോദ്യം 1. പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞ ഒരു അത്ഭുത മൃഗമാണ് ബുറാക്ക്. അത് തെറ്റാണ്. കാരണം എന്താ? ബുറാക്ക് എന്നുള്ളത് പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞതാണോ? അല്ല, പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത മൃഗമാണ് ബുറാക്ക്. അതാണ് ഉത്തരം കേട്ടോ. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത മൃഗമാണ് ബുറാക്ക് എന്നതാണ് ഉത്തരം. 2. നുബുവത്തിൻ്റെ 13-ാം കൊല്ലം ശവ്വാൽ മാസത്തിലായിരുന്നു സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. അത് തെറ്റാണല്ലേ. നുബുവത്തിൻ്റെ 13-ാം കൊല്ലക്കാണ്, പക്ഷേ ശവ്വാൽ മാസത്തിലല്ല, ദുൽഹിജ്ജ മാസത്തിലാണ് സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്. 3. അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ വഫാത്തായി റളിയല്ലാഹു അൻഹ. തെറ്റാണത്. അതിൻ്റെ ശരി എന്താ? അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 3-ാം ദിവസം, 4-ാം ദിവസമല്ല, 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ഇനി ഏറ്റവും അവസാനത്തത് പൂരിപ്പിക്കാം. ഔദാര്യശീലരും ഡാഷ് അൻസാറുകൾ. ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു അൻസാറുകൾ. 2. ത്വാബ ഡാഷ് എന്നിങ്ങനെ ധാരാളം ഡാഷ് മദീനക്കുണ്ട്. ത്വാബ, ത്വയ്ബ എന്നിങ്ങനെ ധാരാളം പേരുകൾ മദീനക്കുണ്ട്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നും കൂടെ ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടും. കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.